സോറി സർ, കാക്കിയുടെ കരുത്ത് കാട്ടാനാണ് ശ്രമമെങ്കിൽ എനിക്ക് ഹയർ ഒഫീഷ്യൽസിനെ സമീപിക്കേണ്ടി വരും. സമയം കുറവാണ്, എനിക്കൊരു തീരുമാനം അറിയണം. ആ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. സംഭവിച്ച എന്താന്ന് ഇവര് പറയണം. യമുനയ്ക്ക് സംഭവിച്ചത് എന്താണെന്നുള്ള വ്യക്തമായ ചിത്രം ജയബാലൻ സാറിന് ഉണ്ടാവില്ലല്ലോ. ഒരു മകളുള്ളതല്ലേ, കേൾക്കണം മകൻ ചെയ്ത വീരകൃത്യം. പറയണം സാറുമാര്. നീയൊക്കെ പറയുന്നുണ്ടോ? അതോ പറയാം, ഞാൻ പറയാം. ആ തോട്ടത്തിന് മുടക്കിയ പണം അല്ലെങ്കിൽ ആ തോട്ടം തിരിച്ചു കിട്ടിയ യമുനയുടെ പിണക്കം മാറൂ. നിന്റെ അച്ഛനെ എൻ്റെ അച്ഛൻ പറ്റിച്ച് ഒരു തോട്ടം സ്വന്തമാക്കി. അത് ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരും, അല്ലേ? അങ്ങനെയല്ലേ നീ എന്നോട് പറഞ്ഞത്? യമുനയുടെ വൃത്തിയായിട്ടുള്ളൊരു പരാതി ഈ പറഞ്ഞ സാക്ഷി മൊഴികളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജയബാലൻ സാറിന്റെ മോന് ശിക്ഷ എന്ത് കിട്ടുമായിരുന്നു എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം വിപിൻ സാറേ. BNS ഒന്നും പറഞ്ഞു കളയല്ലേ സാറേ, ഞങ്ങള് പാവങ്ങൾക്കൂടെ മനസ്സിലാവുന്ന ഭാഷ പറയും. പയ്യന്റെ നല്ല കാലം ജയിലിനകത്തായി പോകും സാറേ. വിപിൻ സാറേ, പെടും സാറേ, ഈ കേസിൽ ഉറപ്പായിട്ടും പെടും. പീഡന കേസിൽ സാറിന്റെ മോനും കേസ് ഒതുക്കിയെന്ന് ഞാനും. വിളഞ്ഞ വിത്ത ഈ പെണ്ണ് കാവേരി. അവൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കേ. എന്റെ മോന്റെ നല്ല ജീവിതത്തിന് വേണ്ടിട്ടെ ജയബാലന്റെ കയ്യോ കാലോ കൊടുക്കാം. അത്രയൊന്നും വേണ്ട ജയബാലൻ സാറേ. ഇപ്പോ കയ്യും കാലും ഒക്കെ ഞാൻ ചോദിക്കും. എന്റെ അച്ഛനോട് ചെയ്തതിന്റെ നഷ്ടപരിഹാരമായിട്ട് ഇഞ്ചിഞ്ചായിട്ട്. ഇത് കേസ് വേറെയാ. പുറം ലോകം അറിഞ്ഞ പെണ്ണിന്റെ മാനത്തിന് മാത്രം വില പറയുന്ന കേസ്. ചെയ്ത തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു കേസ് ഫയലിൽ പോലും തന്റെ ഈ വൃത്തികെട്ട മോന്റെ പേരിനൊപ്പം എന്റെ അനിയത്തിയുടെ പേരെഴുതുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചെയ്യാത്ത തെറ്റിന് അവളെ ഈ കോടതി മുറികളിലും പോലീസ് വേദ്യങ്ങളിലും വലിച്ചു കീറുന്നതും വേണ്ടെന്ന് വെക്കാം. വിശാലിനെ മർദ്ദിച്ചതിന്റെ പേരിൽ വിനീതേട്ടനെതിരെയുള്ള കള്ളപ്പരാതി പിൻവലിക്കണം. അത് മാത്രമാണ് ഇപ്പോഴത്തെ ആവശ്യം.